നമസ്കാരം. MACP മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. കാരണം നമ്മൾ സാധാരണ ഫാം കാര്യങ്ങളൊക്കെയാണ് പരിചയപ്പെടുത്തൽ. പക്ഷേ ഇന്ന് അതൊന്നുമല്ല. നമ്മളിന്ന് വന്നിട്ടുള്ളത് ചാവക്കാടാണ്. അപ്പോൾ എന്താ എങ്ങനെയെന്നൊക്കെ നമുക്ക് വഴിയെ വീഡിയോയിൽ പറയാം. ഒരു ഈർക്കിളി, നമ്മളൊക്കെ ചൂലിന് ഉപയോഗിക്കുന്ന ഈർക്കിളി, അതേപോലെ തന്നെ മറ്റ് അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് മെയിനായിട്ട് ഈർക്കിളി ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരാളാണ്. ആ ആളെ പരിചയപ്പെടുത്താനാണ് നമ്മൾ പോണത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ ഇരുന്ന് കാണാൻ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി ഇപ്പോൾ ചാവക്കാട് തൊഴിയിലുള്ള ദാറുർ റഹ്മ യത്തീംഖാനയിലാണ്. അപ്പോൾ ഏതാണ് സംഭവം എന്നല്ല നിങ്ങൾക്ക് അറിയണ്ടേ? നേരെ വരി. അപ്പോൾ നമുക്ക് മുന്നിലുള്ളത് ഇബ്രാഹിം കുട്ടിയാണ്. അത് ഞങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ട്. അതെന്താണെന്നുള്ളത് വീഡിയോൻ്റെ ഇടയിൽ നമ്മൾ പറയാം. അതിനു മുമ്പായിട്ട് ഞങ്ങൾ ഈ പുറകിൽ കാണുന്നുണ്ടല്ലോ ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ. ഇത് നിർമ്മിച്ച ആളാണ് ഈ നിൽക്കുന്ന ആൾ. ഒരുപാട് വർഷങ്ങൾ അധ്വാനം, അതുപോലെ ഒരുപാട് സമയങ്ങളുടെ സൂക്ഷ്മത കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ, അതും ഈർക്കിളി കൊണ്ട് ഉണ്ടാക്കിയ ആളാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഇബ്രാഹിം കുട്ടിക്ക. അപ്പോൾ ആളോട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. നമ്മളെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇബ്രാഹിം ക, അപ്പോൾ നമ്മളെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ. അപ്പോൾ ആദ്യമൊക്കെ തന്നെ നിങ്ങൾ എന്താണ് എങ്ങനെയാണെന്നുള്ളത് നമ്മളെ പ്രേക്ഷകർക്ക് മുന്നിലൊന്ന് പറഞ്ഞു കൊടുക്കാം. എൻ്റെ പേര് ഇബ്രാഹിം കുട്ടി എന്നാണ്. എൻ്റെ നാട് പാലക്കാട് ജില്ലയിൽ കുമ്പടി പെരുമ്പരം പള്ളിപ്പടി എന്ന സ്ഥലത്ത്. ഇത് തൊഴിയൂർ തിങ്കാനയാണ്. ഇവിടെയാണ് ഒരു 10-23 വർഷത്തോളമായിട്ട് ഇവിടെ പഠിക്കുകയും ഇവിടുത്തെ ഒരു ആയിരുന്ന കാലത്തോളം പിന്നെ വിദ്യാർത്ഥിയായിരുന്നു. പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു ജീവനക്കാരനാണ്. ഇപ്പോൾ ഈ പുറകിലിരിക്കുന്ന ഇതുണ്ടല്ലോ, ഇതിപ്പോൾ എത്ര വർഷങ്ങൾ അധ്വാനമാണ്? ഇത് നമ്മുടെ ഒരു തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6 വർഷത്തോളം ആയി ഉണ്ടാവണം. നമ്മളെ ചൂല് ഈർക്കിളി കൊണ്ട് മാത്രം നിർമ്മിച്ചുള്ള വസ്തുക്കൾ. ഇതിനൊരു പ്രത്യേകിച്ച് പഠിത്തമോ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ കേവലം ഒരു +2 ഒരു വിദ്യാർത്ഥിയാണ്. ഞങ്ങളുടെ ഒരു സ്കൂളുണ്ട്, റഹ്മത്ത് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂള്. അവിടെ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. പിന്നെ കാലിഗ്രഫി ഞങ്ങളുടെ വാഫി കോളേജുണ്ട്. കോളേജിലെ വിദ്യാർത്ഥികൾ ചെയ്യുന്നത്, അവർ പേപ്പറിൽ കാലിഗ്രഫി ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ അതിൻ്റെ ഒരു വ്യത്യസ്തമായിട്ട് ഒരു ഈർക്കിളിയിൽ ചെയ്തതെന്ന് മാത്രം. അത് നമ്മൾ പച്ചയിർക്കിളിയിലാണ് കാലിഗ്രഫി ചെയ്യുന്നത്. ഈ കാണുന്നത് പള്ളിയാണ് അല്ലേ? ഈ പള്ളി എന്താണ്? ഈ പള്ളി ഉണ്ടാക്കിയപ്പോൾ ഏത് പള്ളീനെ മോഡലാക്കി ചെയ്യണം ചെയ്തത്? ഇത് ഞങ്ങളുടെ പള്ളി തന്നെയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ഈ പുറകിൽ കാണുന്ന മസ്ജിദുർ റഹ്മ. അതിന് അതിൽ എഴുതിയിട്ടുണ്ട്, മസ്ജിദുർ റഹ്മ എന്ന് എഴുതിയിട്ടുണ്ട്, കാണിക്കുന്നുണ്ട്. ഇത് അതിൻ്റെ ഫ്രണ്ട് വശമാണ് ഇപ്പോൾ കാണുന്നത്. അത് തന്നെയാണത്. ഫുള്ള് ഈർക്കിളി കൊണ്ടാണ്, വേറൊന്നും അതിലില്ല. അപ്പോൾ അതേപോലെ ഈ കാര്യമായിട്ട് ഇതിലേക്ക് വരാനുള്ള കാരണം എന്തായിരുന്നു? ഇതിന് പ്രത്യേകിച്ച് കാരണങ്ങൾ പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നി വീട് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ഇതിനായിട്ട് പഠിക്കുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെയാണ് നമ്മളിതിൽ വെറുതെ റഫായിട്ടൊന്നും ആദ്യം ഒന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ പിന്നെ ഒന്നും കൂടി ഈർക്കിളിയിൽ നമുക്ക് ചെയ്ത് നോക്കാം എന്നുള്ളൊരു ഐഡിയയിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്തതെന്ന് മാത്രം. പിന്നെ ഈർക്കിളിയൊക്കെ എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത്? ഈർക്കിളി നമ്മളിവിടെ തെങ്ങ് കയറുമ്പോൾ ചൂല് ഇങ്ങനെ എടുക്കുന്നത്. അല്ലാതെ വീട്ടിലൊക്കെ ചെന്ന് പ്രത്യേകിച്ച് തെങ്ങ് കുറവുള്ള ആളുകളാണ് പറയും വേണ്ട, ഈർക്കിളിയൊക്കെ താമുണ്ട്. പിന്നെ എന്തായിരുന്നു പ്രചോദനം ഇതിലേക്ക് വരാൻ? പ്രചോദനം എല്ലാവരും ഫ്രണ്ട്സുകൾ, അതുപോലെ എല്ലാവരും സപ്പോർട്ടാണ്. ഇവിടെ നമ്മുടെ കോളേജിലെ സ്റ്റാഫ് അവരെല്ലാവരും ഇതിന് സപ്പോർട്ടാണ്. എല്ലാവരും ഫാമിലി നാട്ടുകാർ എല്ലാവരും സപ്പോർട്ടാണ്. ഇപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള രൂപങ്ങൾ ഉണ്ടാക്കി? ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയത് എന്താണ്, കപ്പൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പള്ളി, പിന്നെ അതുപോലെ തന്നെ താജ്മഹലിന്റെ ഒരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മള് പിന്നെ താജ്മഹലിന്റെ മിനാരങ്ങളായിരിക്കും അതിന്റെ സാധനങ്ങളാണ്.
ഇപ്പോൾ ഈ കാണുന്നത് താജ്മഹലാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെ ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിൽ തന്നെ അത്ഭുതങ്ങളിൽ എത്ര സെലക്ട് ചെയ്താലും മുൻപന്തിയിൽ വരുന്ന താജ്മഹൽ. ആ താജ്മഹലിൻ്റെ രൂപമാണ് ഈ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് കൂടുതൽ പണികൾ ഒരു 70% തീർന്നിട്ടുള്ളൂ, ബാക്കി തീരാനുണ്ട്. അതിൻ്റെ മിനാരങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഏറ്റവും നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ ഇത്രത്തോളം ഉണ്ടാക്കി കഴിഞ്ഞെങ്കിൽ ഇത് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്? സെയിൽ ചെയ്യുന്നുണ്ട്. ആരെയൊക്കെ നമ്മളെ ഈർക്കിളിയാണല്ലോ, അപ്പോൾ എല്ലാവരും നിസ്സാരമായിട്ടാണ് ഇപ്പം കാണുക. നമ്മുടെ അധ്വാനത്തിൻ്റെ ഇത് ഏകദേശം ഒരു 10 മാസത്തോളമായി ഇപ്പോൾ ഈ പള്ളിയിലെ പണി, അതുപോലെ തന്നെ ഈ താജ്മഹലിൻ്റെ പണിയൊക്കെ നമ്മൾ തുടങ്ങിയിട്ട് 10 മാസം കഴിഞ്ഞുണ്ടാകുമ്പോൾ താജ്മഹലിൻ്റെ പണി തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ ഫ്രീ ടൈമിൽ ചെയ്യുന്നതാണ്. നമ്മൾ ജോലി കഴിഞ്ഞിട്ടുള്ള സമയം കണ്ടെത്തിയിട്ടാണ് ഈ വക സംഭവങ്ങൾ ചെയ്യുന്നത്. നമുക്കറിയാം, പിന്നെ ഈർക്കളി നമ്മൾ വെറുതെ അണ്ട് ഒഴിവാക്കി നിസാരാക്കി കളയുന്ന ഈ സാധനം കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് എന്ത് ഈ കണ്ട സംഭവങ്ങളൊക്കെ. പള്ളി, അതേപോലെ തന്നെ മിനാരം, പിന്നെ അതേപോലെ തന്നെ കപ്പൽ, പിന്നെ അറബിക് കാലിഗ്രാഫിയിൽ അറബിക് കാലിഗ്രാഫിയിൽ എഴുതിയ സംഭവമാണ്. നമ്മളെ നിസ്കാരത്തിന്റെ അത്തയ്യാത്തിനിരിക്കുന്ന ഒരു രൂപം എന്ന ഇതിലാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇത് ശരിക്ക് ഷഹാത്ത് കലിമയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളതാണ് ഇത്. പിന്നെ അതേപോലെ തന്നെ ഇതിപ്പോൾ ഇങ്ങനെ വെച്ചാൽ ഒന്ന് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ, അതുകൊണ്ട് അങ്ങനെ വെക്കുന്നത്. ഇത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതാണ് അറബി ഒരു മയിലിൻ്റെ രൂപത്തിൽ നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലൊക്കെ നമ്മളെ ഇബ്രാഹിം ഖാൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്കൊക്കെ ബന്ധപ്പെടാം. ഇത് ചാവക്കാട് നമ്മളെ ദാറുർ റഹ്മ യത്തീംഖാന, തൊഴിയൂരുള്ള ദാറുർ റഹ്മ യത്തീംഖാനയിലാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ അങ്ങനത്തെ ഒരു വെറൈറ്റീസ് അന്വേഷിച്ച് നടക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അവർക്കും കൂടിയാണ് നമ്മളിത് എന്ത് ചെയ്യുന്നത്, നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ഒരുപാട് മാസങ്ങളിൽ അല്ലെങ്കിൽ ഒരുപാട് സമയത്തെ അധ്വാനമാണ് ഈ ഒരു ടേബിളിൽ നമ്മൾ കാണുന്ന ഇത്രയും രൂപങ്ങൾ. അപ്പോൾ ഇത് നമുക്കൊരു ഉപഹാരം നിലനിൽക്ക് ഞങ്ങളുടെ സംഘടനയായ റോസ, അതായത് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ വക ഒരു ഉപഹാരം കിട്ടിയതാണ്. പിന്നെ ഒരുപാട് പിന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങളുടെ ഈ സ്ഥാപന നേതാവായിരുന്ന സ്ഥാപക പിതാവ് എന്നൊക്കെ പറയാം, തൊഴിയൂർ ഉസ്താദ്, തൊഴിയൂർ കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹത്തിൻ്റെ സ്ഥാപനമാണത്. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് എനിക്ക് അദ്ദേഹം ഒരു എന്താ പറയുക, ഒരു ക്യാഷ് അവാർഡ് അദ്ദേഹത്തിൻ്റെ വക നമുക്ക് തന്നിട്ടുണ്ട്. ഈ തൊഴിയൂരെന്ന് പറഞ്ഞപ്പോഴാണ്, കാരണം തൊഴിയൂർ കുഞ്ഞു മുഹമ്മദ് മൗലവി എന്നെ അറിയാത്തവരായിട്ട് കേരളക്കരയിൽ ഉണ്ടാവില്ല ഇസ്ലാമിക പ്രബോധന രംഗത്ത്. കാരണം നമ്മളൊക്കെ പപ്പാര കാലഘട്ടത്തിൽ അങ്ങ് പിന്നെ തെക്കുന്ന് വടക്കൻ ദേശങ്ങളിലെത്തിയിട്ട് അല്ല, അങ്ങനെ തന്നെ അല്ലേ, ഒരുപാട് പ്രബോധനം നടത്തിയ ഒരു ഇസ്ലാമിക പണ്ഡിതനാണ്. ഇപ്പോൾ അടുത്ത കാലത്താണ് മരണപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഇബ്രാഹിം ഖാക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന 2 ആളുകളാണ് ഈ കോളേജിൻ്റെ എല്ലാമായ പ്രിൻസിപ്പാളും അതേപോലെ തന്നെ ഇവിടുത്തെ ഉസ്താദും. അപ്പോൾ അവരോട് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ഉസ്താദ് പേരെന്ന്? എൻ്റെ പേര് ഷാഫി, മുഹമ്മദ് ഷാഫി. ഷാഫി ആണ് പേര്. ഇപ്പോൾ ഇത് ഇബ്രാഹിം ഖാ ഒരുപാട് 23 വർഷത്തോളമായി ഈ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുകയാണ്, പഠനമായിട്ടും ഇപ്പോൾ ഇവിടുത്തെ ജീവനക്കാരനൊക്കെ ആയിട്ട്. ഇപ്പോൾ എന്ത് തോന്നുന്നു ഈ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ? അതായത് ഫസ്റ്റ് വളരെ സിമ്പിളായിട്ടുള്ള വർക്കായിട്ട് നമുക്ക് തോന്നും, പക്ഷെ വളരെ മൈന്യൂട്ടായിട്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. തന്നെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒരു വർക്ക് തുടങ്ങും, പിന്നെ അതിൻ്റെ ബാക്കി അടുത്ത ദിവസം ഫ്രീ ടൈം കിട്ടുമ്പോൾ അങ്ങനെ വളരെ ത്യാഗം, അദ്ദേഹത്തിൻ്റെ ത്യാഗ മനോഭാവം, പിന്നെ വളരെ ക്ഷമ, അതാണ് നമുക്ക് ഇബ്രാഹിം കുട്ടിയുടെ ഈ വർക്കിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ത്യാഗ മനോഭാവവും എങ്ങനെ ഒരു കാര്യം ക്ഷമയുണ്ടെങ്കിൽ അതുപോലെ തന്നെ ത്യാഗമനോഭാവം ഉണ്ടെങ്കിൽ ഒരു കാര്യം എങ്ങനെ നേടിയെടുക്കുക എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ്. വളരെ സിമ്പിളാണ്, കാണുമ്പോൾ വളരെ സിമ്പിളാണ്, പക്ഷേ ഈ രൂപങ്ങളിലൊക്കെ കറക്റ്റ് ഒറിജിനാലിറ്റി ഉണ്ട്. അതായത് നമ്മൾ വെറുതെ ഒരു സംഭവം ഒട്ടിച്ച് വെച്ച് കണ്ട് ആളെ മുന്നിൽ കാണിക്കുകയല്ല, ഇതിലൊക്കെ ഒറിജിനാലിറ്റി ഉണ്ട്. നമ്മൾ എവിടെ ഒരു പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ആളുകളെ മുന്നിൽ ഇത് അവതരിപ്പിക്കുകയാണെങ്കിലും ആരായാലും ഒന്ന് കണ്ടൊരു ഫോട്ടോ എടുക്കാതെ എന്ത് ചെയ്യൂല, മടങ്ങൂല. അതുപോലെ തന്നെ കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാശ്, ഇത് എത്ര കാശ് കൊടുക്കാമെന്ന് പറയാൻ പറ്റില്ല, കാരണം 10 മാസം കൊണ്ടാണ് ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനൊക്കെ വില നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിവിടെ ജോലി ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ കിട്ടുന്ന ഒരു സംഭവം നമുക്കൊരു വരുമാന മാർഗം കൂടെയാണ്.
കാരണം നമുക്ക് ദൈവം തന്ന ഒരു കഴിവാണ് ഈ സംഭവം. പലർക്കും പല രീതിയിലുള്ള കഴിവുണ്ടാവും. ഈ കഴിവ് ചിലപ്പോൾ എനിക്ക് പറ്റിക്കോളന്നില്ല, അതേപോലെ തന്നെ നിങ്ങൾക്ക് പറ്റിക്കോളന്നില്ല. അപ്പോൾ ചിലപ്പോൾ അതിനൊക്കെ പറ്റുന്ന ആളുകളുണ്ട്. അവരൊക്കെ കണ്ടെത്തി നമുക്ക് മുന്നോട്ട് കാണിക്കാൻ കൂടെയാണ് നമ്മൾ ഈ ചാനലിലൂടെ അർത്ഥമാക്കുന്നത്. പിന്നെ ഞാൻ ഈ വീഡിയോൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അത് ഞാനിവിടെ ഇവരുടെ സാന്നിധ്യത്തിൽ പറയാണ്. ഒന്നുമല്ല, എൻ്റെ മാമൻ്റെ മരുമകനാണ്, എൻ്റെ പെങ്ങളെ ഭർത്താവ്, അതായത് ഞങ്ങളുടെ അളിയൻ എന്ന് തന്നെ പറയാം. അപ്പോൾ അതിവിടെ പറഞ്ഞു. പിന്നെ ഉസ്താദ് ഒന്ന് പറയും. ഞാനിവിടെ 10 വർഷത്തോളമായി. ഇബ്രാഹിംകുട്ടീനെ അന്ന് മുതലേ പരിചയമുള്ളതാണ്. അന്ന് മുതലേ ഇതിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള ഇങ്ങനെ കലകളും ഇത്തരം രീതിയിലൊക്കെ ഒരുപാട് ഒഴിഞ്ഞിരുന്നിട്ട് ഇന്ന് പബ്ലിക്കിൽ വരാത്ത രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ തുടക്കത്തിൽ കാലിഗ്രഫി അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കോളേജിലൊക്കെ എക്സിബിഷനും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ പഠിക്കുന്ന സമയങ്ങളിലൊക്കെ സമ്മാനങ്ങളൊക്കെ നേടിയിട്ടുണ്ടാവും അല്ലേ? ഉണ്ടായിരുന്നു. അപ്പോൾ എക്സിബിഷൻ അതിലൊക്കെ ഇതിനൊക്കെ കൊണ്ടുവന്നിരുന്നു. അന്ന് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നത്. പിന്നെ അതിങ്ങനെ ഓരോന്ന് വികസിപ്പിക്കും. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കാണിക്കലും കുട്ടികൾക്ക് അത് കാണിച്ചു കൊടുക്കലും അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പബ്ലിക്കിൽ അന്ന് വല്ലാതെ ഇതേപോലെ പുറത്തേക്ക് ഉണ്ടായിട്ടില്ല. ഈ പേര് അടുത്താണ് ഇതൊക്കെ എന്താക്കി ഇങ്ങനെ പബ്ലിക്കായിട്ട് അറിയാനും തുടങ്ങി. പിന്നെ ഇയാൾ ഇതിന് ഉപയോഗിക്കുന്നതായ ടൈം, അതിൻ്റെ പിന്നെ അതിനുപയോഗിക്കണം, അതിനൊരു കാണുന്ന ആളുകൾ ചിലപ്പോൾ ഒരു വാല്യൂ നിശ്ചയിക്കാൻ സാധിക്കൂല എന്നുള്ളതാണ്. അതപ്പോൾ പറഞ്ഞത്. കാരണം ഇത് ഇത്ര കണ്ടാൽ ചിലപ്പോൾ ഇത് നമ്മൾ ജോലിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ജോലി അതേപോലെ തന്നെ ജോലി നോക്കണം, ഫാമിലിൻ്റെ കാര്യങ്ങൾ നോക്കണം, ഇതിൻ്റെ ഇടയിൽ സമയം കണ്ടെത്തിയിട്ട് വേണം ഇതൊക്കെ സ്പെൻഡ് ചെയ്യാൻ. അപ്പോൾ അത് തന്നെ വളരെ ഒരു ആശ്ചര്യമുള്ളൊരു കാര്യമാണ്. അതാണ് ഇതിലൊരു മെയിൻ ഉള്ളത്. ഇപ്പോൾ ആളുകൾ കാണുമ്പോൾ അതൊരു ചെറിയൊരു സാധനം, ചെറിയൊരു ഇതൊക്കെ ഉള്ളതിന് കണക്കാക്കാം. പക്ഷെ അതിനെക്കുറിച്ച് അത് ഉണ്ടാക്കുന്നത് കാണുമ്പോഴും അതിനുപയോഗിക്കുന്ന ടൈമുകളൊക്കെ നോക്കുമ്പോഴാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ മനസ്സിലാക്കാം. പറയുകയാണെങ്കിൽ നമ്മൾ ദാറുർ റഹ്മാൻ്റെ ഒരു പ്രൊഡക്റ്റാണ് സംഭവം. 20-25 വർഷമായിട്ട് ഈ സ്ഥാപനത്തോട് ഇഴകി ചേർന്ന് വിദ്യാർത്ഥിയായും ഇപ്പോൾ അവസാനം ജീവനക്കാരനായും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ ഇതൊരു ഈ സ്ഥാപനത്തിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ സമൂഹത്തിന് കൊടുക്കാൻ കഴിയുന്ന ഒരു നല്ലൊരു സംഭവം കൂടിയാണ്. പിന്നെ മുമ്പ് പറഞ്ഞതുപോലെ എല്ലാം അതിൻ്റെ ഒരു റിയാലിറ്റി തന്നെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. കണ്ടാൽ തന്നെ ഒരു നമ്മളൊരു പള്ളിയാണെങ്കിലും അതേപോലെ മറ്റു സംഗതികളാണ് നോക്കുകയാണെങ്കിലും ഒക്കെ അതിൻ്റെ ആ ഒരു തനിമയോട് കൂടെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു റിയാലിറ്റിയോട് നമുക്ക് ഒരു സാമ്യം തോന്നുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മൾക്കിത് പെട്ടെന്ന് നമ്മൾക്ക് വിചാരിച്ചാൽ മാത്രം ഇതിങ്ങനെ ചെയ്തോളണമെന്നില്ല. കൂടെ നിൽക്കുന്നവരെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിലേ എന്ത് ചെയ്യാമോ ഇതിങ്ങനെ ഒരു പൂർണ്ണാർത്ഥത്തിൽ. കാരണം ഇത്രയും ഒരു പബ്ലിക്കായിട്ട് ആളുകൾക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കാനും ഇത് സെയിൽ ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപന മാനേജ്മെൻറ്റ് എല്ലാവിധ സഹകരണവും നൽകുമ്പോൾ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതേപോലെ തന്നെ അവരെ ഏറ്റവും കൂടുതൽ എത്ര പ്രകടിപ്പിച്ചാലും മതിയാവില്ല. കാരണം പല സ്ഥാപനങ്ങളിലും ജീവനക്കാർക്ക് അതിൻ്റെതായ രീതിയിൽ ചിലപ്പോൾ സപ്പോർട്ട് കിട്ടിക്കോളണമെന്നില്ല. അപ്പോൾ അതാണ് ഇവിടെ പറയണത്. ഇന്നിപ്പോൾ കമ്മിറ്റി സെക്രട്ടറി ഒക്കെ വരുന്നതാണ്. ഇന്നിപ്പോൾ ഈ സമയത്ത് ഉണ്ടായിട്ടില്ല, വരുന്നതാണ്. അപ്പോൾ അവരെയും കൂടെ നമുക്ക് ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇന്നത് കേൾക്കാൻ പറ്റില്ലാണ്. അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവുന്നതാണ്, മാനേജ്മെൻറ്റിൻ്റെ ആളുകളൊക്കെ ഉണ്ടായിരുന്നതാണ്. അവരൊക്കെ ഇതിന് പൂർണ്ണമായിട്ട് സപ്പോർട്ടും എല്ലാ കാര്യങ്ങളൊക്കെ ഇതിന് ചെയ്തു കൊടുക്കുന്നതാണ്. പിന്നെ ഇനി ഇതിൻ്റെ ഇടയിൽ നമ്മളെ വീഡിയോൻ്റെ ഇടയിൽ നമ്മളെ ഇബ്രാഹിം ഖാൻ്റെ നമ്പർ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് എൻ്റെ അളിയൻ്റെ നമ്പർ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ വീഡിയോൻ്റെ ഇടയിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് ബന്ധപ്പെടാം. അതേപോലെ തന്നെ ഈ റൂട്ട് എന്ന് പറയുന്നത് നമ്മളെ ഗുരുവായൂർ അല്ലേ, ഗുരുവായൂർ റൂട്ടിൻ്റെ അടുത്ത് ഇവിടെ തൃശ്ശൂർ നമ്മളെ കുന്നംകുളത്തുനിന്ന് ഗുരുവായൂർ പോണ റൂട്ടിൽ ചാവക്കാടിനടുത്ത് നമ്മളെ തൊഴിയൂർ. ആ, ഗുരുവായൂരിൽ നിന്നും 6 കിലോമീറ്റർ, കുന്നംകുളത്തു നിന്നും 6 കിലോമീറ്റർ, ചാവക്കാട് 4 കിലോമീറ്റർ ഇടയിലുള്ള ഒരു സ്ഥലമാണ്. ആ, മെയിൻ റോഡിൻ്റെ വക്കിൽ തന്നെയാണ് ദാറുർ റഹ്മ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ സംഭവം കണ്ടല്ലോ, ഇത് ഒരുപാട് ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ ഗുഡ് ബൈ.